തണ്ടും തടിയും തന്റേടവുമുള്ള മധ്യ തിരുവിതാംകൂർ അച്ചായന്റെ ആരെയും കൂസാത്ത പോരാട്ട വീര്യങ്ങൾ തന്റെ തൂലികയിലേക്ക് ആവാഹിച്ചെടുത്തതുപോലെയായിരുന്നു തലമുറകളെ ത്രസിപ്പിച്ച ആ കഥാപാത്ര നിര. കൂളിംഗ് ഗ്ലാസും സഫാരി സ്യൂട്ടും ചുണ്ടിൽ പുകയുന്ന സിഗരറ്റുമായി അടിമുടി സ്റ്റൈലിഷായി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ നായകന്മാർ ഹീറോയ്ക്കും വില്ലനുമിടയിൽ അതുവരെ കണ്ട് പരിചിതമല്ലാത്ത ഒരു കഥാപാത്ര തലം കൂടി മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ആന്റി ഹീറോ. ജി കൃഷ്ണമൂർത്തിയും വിൻസെന്റ് ഗോമസും കുട്ടപ്പായിയും കുഞ്ഞച്ചനും കണ്ണൻ നായരും രവിവർമ്മയും ടോണി കുരിശെങ്കിലും അടങ്ങുന്ന എത്രയോ ഉശിരൻ കഥാപാത്രങ്ങളെ കൊട്ടകയിലേക്ക് ഇറക്കിവിട്ട ഒരു എഴുത്തുകാരൻ. മലയാള സിനിമയിലെ എക്കാലത്തെയും മഹാനടന്മാരെ താരസിംഹാസനത്തിലേക്ക് പ്രതിഷ്ഠിച്ച തൂലികയ്ക്ക് ഉടമ. ഒരു തിരക്കഥാകൃത്ത് എന്നതിനോടൊപ്പം തന്നെ മനുവങ്ങളും അഥർവവും പോലെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംവിധായകൻ. ഓർമ്മയിലെന്നും ഡെന്നീസ് ജോസഫ്. അഴകും ആകാരഭംഗിയും അതിലേറെ അഭിനയശേഷിയുമുള്ള ഒരു താരം. ഡെന്നീസ് ജോസഫിന്റെ തൂലികയിൽ നിന്നും ഒരു എവർഗ്രീൻ വില്ലൻ കഥാപാത്രത്തെ സ്വീകരിച്ചുകൊണ്ട് തന്റെ കരിയർ മാറ്റിമറിച്ച അഭിനേതാവ്. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും എന്നീ പരിപാടിയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു. എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട അഭിനേതാവ്, പ്രിയപ്പെട്ട ദേവേട്ടൻ. ദേവേട്ട, സ്വാഗതം. ഓർമ്മയിലെന്നും ഡെന്നീസ് ജോസഫ് എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക്. ദേവേട്ടന് ഒരുപാട് സിനിമകൾ, നിർമ്മാണം, അഭിനയം തുടങ്ങിയ മേഖലകളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആദ്യം ദേവേട്ടനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഒരു കരിയറിലൊരു ബ്രേക്ക് ആവുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന ചിത്രത്തിലെ ശങ്കർ എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ്. ദേവേട്ടൻ പുറമെ നമുക്ക് പരിചയമുള്ളൊരു ദേവേട്ടൻ വളരെ സൗമ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ആ സിനിമയിലെ അത്രയും ഒരു പ്രതിനായക സ്വഭാവമുള്ള കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുത്തത്, എങ്ങനെയാണ് എത്തിയതെന്നൊക്കെ ഡെന്നീസ് സാറിനോട് ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ? അത് ഞാൻ ചോദിച്ചിട്ടില്ല. അത് എനിക്കും അത്ഭുതമാണ് വാസ്തവത്തില്. ഞാൻ അവിടെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിച്ചാൽ ഒരു ഉത്തരം എനിക്കില്ല. ഞാൻ അന്നിങ്ങനെ ഈ മലയാള സിനിമാ വേദിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ അത് ഒരു ബാല്യകാല ചിത്രം എന്നൊക്കെ പറയാം. അഭിനയ ജീവിതത്തിന്റെ ബാല്യകാലത്തിൽ എനിക്ക് കിട്ടിയ ഒരു അവസരമാണത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും വർമ്മച്ചേട്ടനൊക്കെ, ജഗന്നാഥ വർമ്മ സാർ, അതെ, വർമ്മച്ചേട്ടനൊക്കെ കണ്ണൂർ ഒരു സിനിമയുടെ വർക്ക് എടുക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ശശിയേട്ടൻ്റെ പടമാണ്. അവിടുന്ന് ഒരു കോള് വരുന്നു, നിങ്ങൾ രണ്ടുപേരും ട്രെയിൻ കയറി ചെന്നൈ വരിക, ചെന്നൈയിൽ ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി വരിക. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുന്നു, ചെന്നൈ ചെല്ലുന്നു, ഫ്ലൈറ്റ് എടുത്തിട്ട് ഡൽഹി ചേരുന്നു. ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ജോഷിയേട്ടന്റെ പടം അറിയില്ല. അല്ല, ജോഷിയേട്ടന്റെ പടമാണെന്നറിയാം, കഥാപാത്രം അറിയില്ല, എന്ത് പടമാണെന്നറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ ന്യൂഡൽഹിയിലെ ഒരു വലിയൊരു ഹോട്ടലല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഹോട്ടല്, എൻ്റെ ഒരു ഗൗരവ് എന്നുള്ള പറഞ്ഞൊരു ഹോട്ടല് ചെല്ലുമ്പോൾ അവിടെ ഞാൻ കാണുന്നത് സിദ്ദിഖ്, മോഹൻ ജോസ്, അങ്ങനെ കുറേ വിജയരാഘവൻ, കുറേ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന ഒരു റൂം. അവിടേക്ക് ഞങ്ങൾ വരുന്നു. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ എൻട്രി. അപ്പം നമുക്കിതിനെ പറ്റി, റോളിനെ പറ്റിയിട്ടോ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടോ ഒന്നും ഐഡിയ ഇല്ല. അങ്ങനെ 2-3 ദിവസം ഒരു വർക്കുമില്ലാന്ന് കാത്തിരിക്കുന്നു. സുഖമായിട്ട് താഴെ ഇറങ്ങുന്നു, പോകുന്നു, ഷോപ്പിംഗ് നടത്തുന്നു. ജോളി ആയിട്ടുള്ള ലൈഫാണ് ഡൽഹിയുടെ ഒരു അത്ഭുതം. ഡൽഹി. പിന്നെ ഞാൻ ആദ്യത്തെ ഷോട്ട് വരുന്നത് ഒരു ജയിലാണ്. ആ ജയിലിനകത്ത് എൻ്റെ എൻട്രി ജഗന്നാഥ വർമ്മ ചേട്ടൻ്റെ എൻട്രി ചെയ്യുന്നതാണ്. അതിന് വലിയ കാര്യമായിട്ട് എൻട്രി ഇങ്ങനെ വരുന്നു. അപ്പോഴും എനിക്ക് റോൾ അറിയില്ല, ഇതാണ് സംഭവം എന്നറിയില്ല. നീ അവിടെ പോയി അവിടെ നിൽക്കാം. അപ്പോൾ ജുബ്ബയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വേഷമാണ്. അപ്പോൾ ഈ വലിയൊരു ഫോർട്ടാണ്,
ഈ ജയിലായിട്ട് വെച്ചിട്ട് കോട്ടയാണ്. വലിയൊരു കോട്ടയാണ്. അപ്പോൾ കോട്ടയുടെ ആ ഗേറ്റിൽ നിന്നും ഞങ്ങൾക്ക് നടന്നു പോകണം. വലിയ ഷോട്ടാണ്. ജോഷിയേട്ടൻ അവിടെ അങ്ങ് അകലെ വലിയ ട്രോളി ക്രെയിനൊക്കെ വെച്ചിട്ടുള്ള ഷോട്ടാണ്. ഇങ്ങനെ വരുന്നു, ഭയങ്കര മ്യൂസിക്. ഇങ്ങനെ നീ എൻട്രിയാണിത്, സിനിമയിലത്തെ ഫസ്റ്റ് എൻട്രി ആണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വലിയ സ്റ്റൈലായിട്ട് ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴും കഥാപാത്രം അറിയില്ല. അങ്ങനെ ചെല്ലുന്നു. അപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. മമ്മൂട്ടീനെ കാണുന്നത് ഒരു സ്ഥലത്ത് മമ്മൂട്ടി ഇരിക്കുന്നുണ്ട്. മമ്മൂട്ടിയെ നോക്കിയപ്പോൾ മമ്മൂട്ടി താടി വെച്ചു, നരച്ച താടിയും ഒരു പൊട്ടിയ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ഒരാള്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടി, ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ഇങ്ങനെയാണോ എന്നുള്ളതാണ്. ഈ ന്യൂഡൽഹി എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഇതാണോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ. കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ജി കെ. അപ്പൊ അങ്ങനെ പിന്നെ അപ്പോൾ എൻ്റെ ഷോട്ട് കഴിഞ്ഞു. പിന്നെ അതിനകത്തുള്ള ഷോട്ടുകളാണ്. അപ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഒരു ഇത് തോന്നിയെന്ന് വെച്ചാൽ ആ ഷോട്ട് മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷനാണത്. ഫസ്റ്റ് ഷോട്ടാണ് ഈ സിനിമയിലെ, ന്യൂഡൽഹി എന്ന സിനിമയിലത്തെ മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ഷോട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സംവിധാനത്തിൽ വലിയൊരു ഭ്രാന്തുണ്ടായിരുന്ന സമയമാണത്. അവിടെ ഒരു ഞാൻ ഓവർഹിയർ ചെയ്ത് കേട്ടതാണ്. ന്യൂഡൽഹി എന്ന സിനിമ കാണുന്ന ആ പ്രേക്ഷകൻ ആദ്യം മമ്മൂട്ടിയെ കാണേണ്ടത് വളരെ അവശനായ രീതിയിലുള്ള ഒരു ഷോട്ടായിരിക്കണം എന്ന് പറയുന്നത്. അത് ഞാൻ കേട്ടതാണ് കേട്ടോ. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു സ്ഥലത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു പെയിന്റിങ് സാധനം കൊടുത്തിട്ടുണ്ട്, ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടി അങ്ങോട്ട് തിരിച്ച് ഒരു മതില്, അതിലിങ്ങനെ വെച്ചിരിക്കുന്നു. ജോഷിയേട്ടൻ്റെ ക്യാമറ പിൻഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണ്, ആ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടാണ്, നായകൻ്റെ ഫസ്റ്റ് ഷോട്ടാണ്. ഈസ് ദ ഹീറോ. അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ജോഷിയേട്ടൻ അവിടെ നിൽക്കുന്നു, തിരിഞ്ഞു, മമ്മൂട്ടി ഇരുന്നിട്ട് കണ്ണട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പൊട്ടിയ കണ്ണടയാണ്. അതെ, ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്തോ വരയ്ക്കുന്നു, ബാക്ക് ഷോട്ടാണ്, ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ജോഷിയേട്ടൻ പറഞ്ഞു, ആ നോക്ക് പിന്നില്ലേ നോക്ക്. അങ്ങനെ മമ്മൂട്ടി നോക്കും. അപ്പം നമ്മൾ കാണുന്ന മമ്മൂട്ടി എന്ന് വെച്ചാൽ അവശ നിലയിൽ വയസ്സായി ശേഷിയില്ലാതെ നിൽക്കുന്നൊരു മനുഷ്യനാണ്. കാരണം കാലിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായി തോന്നുന്നു. അതെ അതെ, നടക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു സെന്റ്. ഇതാണ് ഫസ്റ്റ് ഷോട്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് ഷോട്ട് കാണുന്നത്. ദേവേട്ടാ, നമുക്കിനി ഇരുന്ന് സംസാരിക്കാം. ഇരിക്കും. ദേവേട്ടൻ ഇപ്പൊ പറഞ്ഞു വിളി കിട്ടി, നേരെ ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് പോയി ചെന്നു, ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ ജോഷി സാറിന്റെ പടം എന്നുള്ളതിനപ്പുറം അന്ന് ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ ദേവേട്ടന് അറിയാമോ? എനിക്കറിയില്ലായിരുന്നു. ആരാണ് ഇതിന്റെ റൈറ്റർ എന്ന് എനിക്കറിയില്ലായിരുന്നു. ജോഷിയേട്ടന്റെ ഒരു സിനിമ എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ജോഷിയേട്ടന്റെ പടത്തിൽ ഒരു റോള് കിട്ടുക എന്നുള്ളത് വലിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം, ഒരു ആകാംക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. ആണ് എത്തുന്നത്. അവിടെ ചെന്നിട്ട് ഡെന്നിസ് സാറുമായിട്ട് പരിചയപ്പെട്ടത് അവിടെ ചെന്നിട്ട് ഈ ഡെന്നിസും ജോഷിയേട്ടനൊക്കെ താമസിക്കുന്ന ഈ കേരള ഹൗസിലാണ്. അവിടേക്ക് ഞങ്ങൾ പോകുന്നു. അങ്ങനെ ജോഷിയേട്ടനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ ജോഷിയേട്ടൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഡെന്നിസ് ജോസിനെ കാണുന്നത്. അതിന് സിഗരറ്റൊക്കെ വലിച്ച്, എപ്പോഴും സിഗരറ്റ് കയ്യിലുണ്ടാവും. ഒരു നോട്ടം ഇങ്ങനെയുണ്ട്. താനപ്പോൾ വന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ വന്നുള്ളൂ ചോദിച്ചാൽ. അപ്പോൾ ഇയാൾ എപ്പോഴും ഇങ്ങനെ പുക വെച്ചിട്ടുണ്ട്. നല്ല ഷോട്ടാണ് പുക വെച്ചിട്ട്. ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് വില്ലനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടർ റോളാണോ ഒന്നും നമുക്കറിയില്ല. അപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഷോട്ടൊക്കെ എടുത്തത്. അവിടെ എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് വന്നു. ഇതിൻ്റെ ഒരു ജുബ്ബ ഇട്ട്, ഒരു വേസ്റ്റ് കോട്ട് ഒക്കെ ഇട്ടിട്ട് വന്നു. എന്നെ കൊണ്ട് നോക്കി. കോസ്റ്റ്യൂമർ വിളിക്കും, കണ്ണടകൾ കൊണ്ടാ. അങ്ങനെ കുറേ കണ്ണടകൾ കൊണ്ടു. അങ്ങനെ ഒരു കറുത്ത തിക്കായിട്ടുള്ള ഗ്ലാസ് വന്നു. അത് വെച്ച് നോക്കും. ഇത് മതി.
എന്നോട് ചോദിക്കുന്ന ഒരു പ്രശ്നമില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടോ. നമ്മള് പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുകയാണ്, പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്നത്. അല്ല, ഇത് കന്നഡ എപ്പിച്ചൊക്കെ ഡെന്നി സാറാണ് അപ്പം ചെയ്യുന്നതല്ല. അപ്പൊ എഴുത്തുകാരനാണേലും കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എങ്ങനെയായിരിക്കും അയാൾ നിൽക്കുക, നടക്കുക, കാണുക എന്നൊക്കെയുള്ള വലിയ ബോധ്യത്തിലാണ് നിന്നിട്ടുള്ളത് അല്ലേ? എനിക്ക് തോന്നുന്നത് ജോഷിയുടെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് എല്ലാ ഭാഷയിലും അഭിനയിച്ചെങ്കിലും ദേവേട്ടന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ദേവേട്ടനെ മലയാളീനെ ഒരു ഉത്തരേന്ത്യക്കാരനാക്കി മാറ്റുന്നതിനകത്ത് ആ കന്നഡയൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ സിനിമ നമ്മൾ കാണുമ്പോഴേ അത്രയും പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് ഡൽഹിയിൽ നിങ്ങൾ ഓരോ ലൊക്കേഷനുകൾ ഫിക്സ് ചെയ്യും. ഇപ്പം പാർലമെന്റിന്റെ മുൻവശം അല്ലെങ്കിൽ വേറെയുള്ള സ്ഥലങ്ങളൊക്കെ അന്ന് ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള സമയമാണ്. അപ്പം പല സ്ഥലങ്ങളിലും ഒന്നിക്ക് പടയുന്ന ലൊക്കേഷൻ മാറും, അല്ലെ സീൻ മാറും. അവസാന നിമിഷങ്ങളിലാണ് പല നടന്മാർക്കും ന്യൂഡൽഹിയിൽ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു അന്ന് ചെന്ന ഒരു ജോഷി സാറിന്റെ പടത്തിലെ പുതിയ വില്ലൻ എന്നുള്ള ദേവേട്ടൻ ഒരു ബാധ്യതയായിരുന്നു. അതൊരു പ്രശ്നമായിട്ടുണ്ടോ ആ സമയത്ത്? ഞാനിപ്പോ ഓർക്കുമ്പോഴേ എനിക്ക് അന്ന് ഒരു ഭയമോ പേടിയോ നെർവസ്നെസ്സോ ഇല്ല. കാരണം ഇതിന്റെ ഒരു സീരിയസ്നെസ് എനിക്ക് അറിയില്ല. മനസ്സിലായില്ലേ? എനിക്കിതിന് നമ്മൾ സീരിയസ് ആയിട്ട് വന്ന് ഈ അഭിനയിക്കാൻ വേണ്ടി വന്ന് വലിയ സീരിയസ് ആയിട്ട് ഞാൻ വേണ്ടി വാസ്തവത്തിൽ അവിടെ വന്നത് അന്നും ഞാൻ പറഞ്ഞല്ലോ, ഈ ന്യൂഡൽഹി എന്ന സിനിമ ഞാൻ അഭിനയിക്കുമ്പോഴും ഈ തൊഴിൽ ഞാൻ തുടർന്നുകൊണ്ട് പോകും എന്നുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. മനസ്സിലല്ലേ? എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അന്നത്തെ പ്രോബ്ലംസ് കാരണം. അപ്പോൾ എനിക്ക് എന്ത് റോള് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ അപ്പോൾ ഡയലോഗ് കൊണ്ടുവന്നു, ഡയലോഗ് പറയാൻ പറഞ്ഞു, ഡയലോഗ് പറയുന്നു. അതല്ലാതെ എന്തെങ്കിലും ഈ ഭാവഭേദങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും എനിക്ക് വരുന്നില്ല. അല്ലാതെ ഇത് ഇനി അങ്ങോട്ട് ഇത്രയും വലിയ 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 ഹിറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു എഴുത്തുകാരന്റെ എഴുത്തായിട്ടോ അങ്ങനെയൊന്നും ആ സമയത്ത് ദേവേട്ടന് തോന്നുന്നതേ ഇല്ല. ഒന്നുമില്ല. കാരണം എത്രയോ സിനിമകൾ പിന്നെ നമ്മൾ കാലാന്തരത്തിൽ ഇന്ന് പോലും ഈ ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല് നോക്കുമ്പം മലയാളികൾ അംഗീകരിച്ച എത്ര സിനിമകളും കഥാപാത്രങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ? അങ്ങനെയുള്ളൊരു എഴുത്തുകാരന്റെ ഡയലോഗുകളാണെന്നുള്ള ബോധ്യത്തിലൊന്നും അല്ല ദേവേട്ടൻ അന്ന് ന്യൂഡൽഹി പിടിക്കുന്നത്. ഇല്ല. നമുക്ക് ഒരാളെ കൂടെ ദേവേട്ട വിളിക്കാം. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലും ഇതുപോലെ ഒരു പ്രതിനായക വേഷം. ദേവേട്ടനെ ആമുഖം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദേവേട്ടനൊരു പരിചയപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടം തോന്നുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന്. വേണമെങ്കിൽ ദേവേട്ടനേക്കാൾ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പരമസാത്വികനായ ഒരാള്, അത്തരത്തിൽ സാത്വികനായ ഒരാളെ ഈ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് ഒരു പക്ക വില്ലനസത്തിന്റെ നിറക്കൂട്ടുകൾ ചാലിച്ചെഴുതി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ഡെന്നിസ് ജോസഫ് സാർ. അദ്ദേഹത്തിന്റെ നിറക്കൂട്ടുകൾ, ചായക്കൂട്ടുകൾ കൊണ്ട് നമ്മൾ കണ്ട ആ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അനശ്വരമാക്കിയ ഒരു സാധാരണ പാവ മനുഷ്യൻ. ഓർമ്മകളിൽ നിന്നും ഡെന്നിസ് ജോസഫ് എന്ന എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബാബു നമ്പൂതിരി സാർ. നമ്പൂതിരി സാർ നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ ആമുഖത്തിൽ പറഞ്ഞു വളരെ പരമസാത്വികനായ ഒരാള്. എങ്ങനെയാണ് ദേവേട്ടനെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദേവേട്ടൻ അത് ചോദിച്ചില്ല, കിട്ടിയത് പോയി ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. നമ്പൂതിരി സാറും അങ്ങനെ തന്നെയാണ്. അതായത് അജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം അതിനു മുമ്പ് സിനിമകളിലുണ്ടെങ്കിലും നിറക്കൂട്ടില് മേഴ്സിയുടെയും രവിവർമ്മയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തെ അത്ര അലങ്കോലപ്പെടുത്തുന്ന അജിത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അധ്യാപകൻ കൂടെയാണ് ഡെന്നിസ് ജോസഫ് സാറിന്റെ അല്ലേ? അതെ അതെ. എന്തിനാണ് അധ്യാപകനായ എന്നെ ഇത്രയും ക്രൂരനായി വിളിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് വേറൊന്നാണ്. ഈ ഇതിലേക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു ഒരു ഒരു ശങ്കയുണ്ടായിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിലൊക്കെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഡെന്നിസും കൂടെയുള്ള അശോകനും. പ്രേക്ഷകരോട്, അതായത് ഡെന്നിസ് സാറിന്റെ അധ്യാപകനാണ് ബാബു നമ്പൂതിരി സാർ കോളേജില്. ഇവര് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. അതെ അതെ. അപ്പൊ പരസ്യകല ചെയ്യുന്ന ഗായത്രി അശോകൻ ചേട്ടനെയും ഡെന്നിസ് സാറിനെയും എത്രയോ തവണ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആശങ്ക എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇവരതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുമെന്നുള്ള എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒന്നും പഠിക്കാത്ത ആളുകളെ ഞാൻ ഇൻസൈഡ് ദ ക്യാമ്പസിൽ ഞാനൊരു സ്ട്രിക്റ്റ് ആണ് വളരെ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ കോടിയിലാണ് താനും. പക്ഷെ ഇവരുമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചാറ്റ് ചെയ്യേണ്ട വിവരങ്ങളോ സംസാരിക്കേണ്ട വിഷയങ്ങളോ ഉണ്ടായിട്ടില്ല. ഒന്നാമതെ ക്ലാസ്സിൽ റെഗുലർ അല്ല, ക്ലാസ് കഴിഞ്ഞാലും കാണുകയില്ല, ക്ലാസ്സിലും കാണുകയില്ല.
അപ്പോൾ പിന്നെ അവരെ എങ്ങനെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഡെന്നിസിനെ സംബന്ധിച്ച് ഡെന്നിസിന് ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കോളേജിൽ ഒരു പരിപാടിയും സ്റ്റേജിൽ കയറിയിട്ടില്ല. ഓ, കാരണം ഒരു 5 മിനിറ്റ് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രസംഗ മത്സരത്തിനോ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അതിന് പോലും കയറിയിട്ടില്ല. പേടിയാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശോകൻ അങ്ങനെ അല്ലായിരുന്നു താനും. അപ്പോൾ ഈ ഡെന്നിസ് ഒരു കഥ എഴുതിയെന്നും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടായി. അത്ഭുതമായിരിക്കും. അപ്പോൾ ഇവരെ ഈ പടത്തിൽ എനിക്ക് സത്യത്തിൽ എറണാകുളത്ത് നിന്ന് ഒരു ഇൻലൻഡ് ലെറ്ററാണ് എഴുതിയത്. അശോകൻ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ അശോകനാണ് എഴുതിയത്. ഡെന്നിസ് പറഞ്ഞിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് ഈ നിറക്കൂട്ടിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് ആദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തേ അത് സത്യമാവില്ല, ഇത് ഇവരെ രണ്ടുപേരും കൂടി ആലോചിച്ച് നമ്മളെ കുരിശി കയറ്റാനുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നലുണ്ടായി. സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമേ ഇത് ആക്ച്വലായിട്ട് നടക്കുന്നതാണ്. ജോഷി സാറിനെ കുറിച്ചൊക്കെ അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പം ആ ജോഷി സാറ്, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സെറ്റ്, പിന്നെ ഡെന്നിസ് അവിടെ സ്ക്രിപ്റ്റുമായിട്ട് അടുത്ത് തന്നെ ഇരിക്കുകയാണ് ജോഷി സാറിനോടൊപ്പം ഡെന്നിസ്. അപ്പോൾ ഞാൻ നിവൃത്തി കൊണ്ട് സാർ എൻ്റെ അടുത്ത്, ഞാൻ ജോഷി സാറോട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ സാറ് പറയാതെ ഞാൻ ചെന്ന് ഇരുന്നിട്ടില്ല അവിടെ ഒരു കസേരയിൽ. ഡെന്നിസ് വിളിക്കുന്ന ജോഷി എന്നാണ്. അത്ര അതെ ഡെന്നിസിനെക്കാളും ഒരു എനിക്ക് തോന്നുന്നു 4-5 വയസ്സെങ്കിലും കൂടുതലുണ്ടാവും ജോഷി സാറിന്. പക്ഷെ ഡെന്നിസ് വിളിക്കുന്നത് ജോഷി എന്നാണ് വിളിക്കുന്നത്. അത് യാതൊരു ഇറിറ്റേഷനും അദ്ദേഹം കാണിച്ചിട്ടുമില്ല, ആരെ ജോഷി സാർ കാണിച്ചിട്ടുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഡെന്നിസിൻ്റെ ഒരു രീതി വെച്ച് എനിക്കറിയില്ല, പഠിക്കാത്ത ഒരു വ്യക്തി എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഇതൊരു ട്രാപ്പാണോ എന്ന് ഞാൻ ആദ്യം ശങ്കിച്ചു പോയി എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ റോളിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. കാരണം കോളേജിലെ ഉള്ള എൻ്റെ ഇമേജ് ആകെ തകിടം മറിക്കാനായിട്ടുള്ള ഒരു അറിവ് അതെ ഞാൻ വ്യാഖ്യാനിച്ചു പോയി. അതൊക്കെ അന്നത്തെ കാലത്തൊരു തോന്നലുണ്ടാകാമല്ലോ. പക്ഷെ ആ പടം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, പിന്നെ മറ്റ് കുട്ടികളുടെയൊക്കെ ഈ ക്ലാസ്സിൽ വരാന്തയിലേക്കൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ക്ലാസ്സിലെ കുട്ടികൾ വരാന്തയിൽ കൂടെ ഞാൻ നടക്കും. അപ്പോൾ നടക്കുമ്പോൾ നമ്മളാണ് ക്ലാസ് എടുക്കുന്നത്, ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു മൂളിച്ചോടുകൂടി അവർ പോവാം. ഇതാണ് അതിൻ്റെ കഥാപാത്രം വെച്ചിട്ട്. അതെ അതെ. നമ്മളിപ്പം ആകാശദൂത് എടുത്താലേ, ഞങ്ങളൊക്കെ നോക്കുമ്പോൾ അന്ന് NF വർഗീസ് ചേട്ടൻ ഒരു മിമിക്രി കലാകാരനാണ്. അദ്ദേഹത്തിനാണ് വില്ലനായിട്ട് ആകാശദൂതിൽ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊതുവേ വില്ലൻ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കാഴ്ചയിൽ സിനിമയിലെ വില്ലൻ എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ വന്ന് ഇറങ്ങിയ വില്ലൻ വന്നു തോന്നുന്ന വില്ലന്മാരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ പത്രത്തിലൊക്കെ വാർത്ത വായിക്കുമ്പോൾ പല കേസിലെ പ്രതികളും പല പോലീസ് പിടിച്ച ആൾക്കാരും ഒക്കെ വളരെ സാധാരണത്വം തോന്നുന്ന സാധാരണക്കാർക്കിടയിലുള്ള എല്ലാ ആൾക്കാരായിട്ടാണ്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും വളരെ സാത്വികന്മാരായ ആളുകളെ പിടിച്ച് ഇതുപോലെയുള്ള വില്ലനാക്കി കൊണ്ടുവരുന്നത്. ഡെന്നിസ് കൺസീവ് ചെയ്ത ആ പടത്തിലെ വില്ലൻ അജിത്ത് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അത് പടത്തിന്റെ അവസാനം അറിയാവുള്ളൂ ഇയാൾ വില്ലനാണെന്ന്. എങ്ങനെ ഒരു തോന്നലേക്ക് ഉണ്ടായിരുന്നു ഡെന്നിസിന്. മലയാള സിനിമ അതുവരെ കണ്ടിരുന്നതെല്ലാം നമുക്ക് വലിയ വലിയ വില്ലന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉമ്മുക്ക മുതല് ബാലങ്ക മുതല് എല്ലാവരും ഒത്തിരി പേരുണ്ട്. TG രവിചേട്ടൻ, ഞാൻ ഒത്തിരി പേരുണ്ടല്ലോ. അപ്പൊ ഇവര് ഒക്കെ ഈ പറഞ്ഞ മാതിരി, ഇപ്പം ഷാരടി പറഞ്ഞ മാതിരി വന്നിറങ്ങുമ്പോഴേ അറിയാം, ആദ്യത്തെ ഷോട്ടിൽ തന്നെ അറിയാം ഇവനാണ് പ്രശ്നക്കാരൻ എന്നറിയാം. അതങ്ങനെ അല്ലാതൊരു ചിത്രം വരണം എന്ന് ഉദ്ദേശിച്ചാണ് അവർ പലരെയും അന്വേഷിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ആര് പറഞ്ഞാലും ജോഷി സാറിന് ഒരു ഉറപ്പ് വേണമെങ്കിൽ വേറെ ഒരാൾ പറയണം. അതാരാണെന്നുള്ളത് ഡെന്നിസിൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിറക്കൂട്ടുകൾ ഇല്ലാതെ എന്നൊരു പുസ്തകം ഡെന്നിസ് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുണ്ട് ഒരു സ്ഥലത്ത് ഇത് ചീട്ട് നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ ഈ ഓരച്ചേട്ടൻ, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതെ അതെ, പേര് എഴുതിയിട്ടുണ്ട്. വടക്കൻ പറവൂര്. അതെ, അത് വെച്ചിട്ട് പറയുന്നത്. അത് ഒരു എഞ്ചിനീയർ ആയിരുന്നു, ക്വാളിഫൈഡ് എഞ്ചിനീയർ ആയിരുന്നു. നമ്മൾ വില്ലന്മാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് നല്ല വൈശാലി പോലുള്ള ചിത്രത്തിലെ വലിയ രാജാപാട്ട് കഥാപാത്രം തൊട്ട് നിരവധി വില്ലനായിട്ടും 90കളുടെ പകുതിയിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ, ആ കാലത്തെ യുവാക്കളെ എല്ലാം ഇഷ്ടംപോലെ ഹിറ്റ് സിനിമകളിലൂടെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ഒരാളാണ് പ്രിയപ്പെട്ട ബാബു ആന്റണി ചേട്ടൻ. അദ്ദേഹം ഇപ്പോൾ ഡെന്നിസ് സാറിനെ ഓർക്കുന്നു. മലയാളത്തിലെ ഏറ്റവും നല്ല
തിരക്കഥാകൃത്തുക്കളിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ ഡെന്നീസ് ജോസഫിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് പ്രണാമം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. ഭരതേട്ടനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അന്ന് ഞാനൊരു കൊച്ചു പയ്യനാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ഒരു സൗഹൃദം അല്ലെങ്കിൽ അവരുമായിട്ട് സൗഹൃദം പുലർത്താനുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ ഈവൻ തമിഴ് സിനിമ പോലും ഒരുപാട് സിനിമകൾ ഡെന്നിച്ചാനെ അല്ല ഡെന്നിസ് ജോസഫിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. മണിരത്നം സാറിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു. അഞ്ജലി എന്ന സിനിമ എഴുതാൻ വേണ്ടി ഡെന്നിച്ചാനെ അദ്ദേഹം വിളിച്ചതാണ്. പക്ഷേ ഡെന്നിച്ചാന് സൗകര്യം ഉണ്ടായില്ല. അഞ്ജലി എന്ന സിനിമയിൽ ഡെന്നിച്ചാൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രഭുവിൻ്റെ ക്യാരക്ടറിന് ഡെന്നിസ് ജോസഫ് എന്ന് പേരിടുകയും ചെയ്തു. അപ്പം അഞ്ജലി സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്ക്, ഞാനും വൈഫും പോകുന്ന വഴിക്ക് ഡെന്നിച്ചാൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നു, ഒന്ന് ഏറ്റുമാനൊരു വീട്ടിൽ കയറിയിട്ട് പോകാൻ പറയുന്നത്. അപ്പം ഞാനവിടെ കയറുമ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നു, വജ്രം എന്നൊരു സിനിമ പ്ലാൻ ചെയ്യണം, അതിൽ ഈ ഒരു ക്യാരക്ടർ സംഭവം ചെയ്യണം. അപ്പം ഞാൻ ആക്ച്വലി ഒരു ഡൽഹി ടൂർ വൈഫ് ഞാനും കൂടെ പ്ലാൻ ചെയ്യണം, താജ്മഹലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയല്ല, ഇത് ചെയ്യണോ അതോ താജ്മഹൽ കാണാൻ പോകണോ? അപ്പം മമ്മൂക്കായും വിളിച്ചു. മമ്മൂക്ക പറഞ്ഞു, ബാബു ഇത് വിടരുത്, നമുക്കിത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വൈഫിനെ സൈഡിൽ വിളിച്ചിട്ട് ചോദിച്ചു, താജ്മഹൽ കാണണോ പടം ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ വൈഫ് പറഞ്ഞു, താജ്മഹലോടെ ഉണ്ടാവും, പടം ചെയ്യാൻ പറഞ്ഞു. അന്ന് ഇപ്പോഴത്തെ പോലെ എൻ്റെ അറിവിൽ ഈ കൊമേഴ്സ്യൽ സിനിമകളും അല്ലെങ്കിൽ ക്ലാസ് പടങ്ങളും രണ്ട് വണ്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് രണ്ടും ചെയ്യുന്ന സംവിധായകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമെങ്കിലും ഡെന്നീസ് ജോസഫ് സാറിനെ പോലൊരു കൊമേഴ്സ്യൽ എഴുത്തുകാരനെ ആ സമയത്തുള്ള ഭരതൻ പത്മരാജൻ, അങ്ങനെയുള്ള KG ജോർജ്, ഇവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു എന്നും. പ്രണാമം ഭരതൻ സാറിന് വേണ്ടിയിട്ടുള്ള തിരക്കഥയാണ്. KG ജോർജ് സാറിന് വേണ്ടി പടം എഴുതിയിട്ടുണ്ട് അദ്ദേഹം, അല്ലേ? കഥയ്ക്ക് പിന്നിൽ എന്ന് പറയുന്ന ഒരു ചിത്രം KG ജോർജ് സാറിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കേട്ടിട്ടുണ്ട്. ഞാൻ ഗന്ധർവൻ സംവിധാനം കഴിഞ്ഞിട്ട് അതിന്റെ പ്രിവ്യൂവിന് ഡെന്നീസ് ജോസഫ് സാറിനെ വിളിച്ചിട്ടാണ് പത്മനാഭൻ സാറ് അഭിപ്രായം ചോദിച്ചിട്ടും കാര്യങ്ങളും പറയുന്ന അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ച് വലിയ ഒരു അംഗീകാരമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ ഒതുങ്ങി പോകാതെ പലതരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കാനാകുക എന്ന് പറയുന്നത് വലിയ ഒരു നേട്ടമാണ് അദ്ദേഹത്തിന്റെ. പ്രിയപ്പെട്ട ഡെന്നീസ് ജോസഫ് സാറിന്റെ അമ്മയുടെ സഹോദരനാണ്, അമ്മാവനാണ്, ചലച്ചിത്ര പ്രവർത്തകനും കൂടെ ആയിട്ടുള്ള നിർമ്മാതാവാണ്, അഭിനേതാവാണ് പ്രിയപ്പെട്ട പ്രേം പ്രകാശ് സാർ. ഡെന്നീസ് ജോസഫ് എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ. മലയാളം വളരെയധികം തൊട്ടറിഞ്ഞ നല്ലൊരു തിരക്കഥാകൃത്ത്. അതിലുപരി എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബാംഗം. അതായത് നനച്ചിരിയാത്ത ഒരു സമയത്തായിരുന്നു ഡെന്നീസിൻ്റെ മരണം. ഞാൻ ഒരു സിനിമ മാത്രമേ ഡെന്നീസിനെ വെച്ച് എടുത്തിട്ടുള്ളൂ, ആകാശദൂത്. ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമയുടെ വിജയം പ്രധാനമായും അതിൻ്റെ തിരക്കഥ തന്നെയാണ്. വളരെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഡെന്നീസ് അതിലെടുത്തിരുന്നു. ന്യൂഡൽഹി, നിറക്കൂട്ട്, ശ്യാമ, കോട്ടയം കുഞ്ഞച്ചൻ എന്ന് വേണ്ട നമ്മുടെയൊക്കെ മലയാളികളുടെ മനസ്സിൽ എന്നും പതിഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ സിനിമകൾക്ക് അവൻ തിരക്കഥ എഴുതി. അഥർവം പോലെയുള്ള സിനിമകൾ ഡയറക്റ്റ് ചെയ്തു. ഇവിടെ പറയുമ്പോൾ എനിക്ക് ധാരാളം ഓർമ്മകളുണ്ട്. ഡെന്നീസിൻ്റെ ചെറുപ്പം, ഞങ്ങളുടെ തറവാട്ടിൽ അവൻ വളർന്നു വന്നതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സിൽ ഡെന്നീസ് ജോസഫ് എന്നും ജീവിക്കും. സിനിമാ മേഖലയിൽ എന്ന് ഓർമ്മിക്കപ്പെടും എന്നെനിക്കറിയാം. എനിക്ക് തെലുങ്ക് സിനിമയിൽ എനിക്ക് അവസരം കിട്ടുന്ന ഒരു സംഗതി, അതിന് ഞാനിപ്പോൾ ഡെന്നീസിനോട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം നായർ സാബിൽ ഞാൻ കുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ അതിലത്തെ വില്ലനാണ്. ആ സിനിമ ഇതിൽ കുറേ ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. അപ്പോൾ ജോഷേട്ടൻ പറയും നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഒരു സീനിൽ ഗീതയെ ഞാൻ ഓടിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഗീത ഓടിച്ചിട്ട് ഒരു മഞ്ഞുമലകളാണ്. ആ മഞ്ഞുമലയുടെ അടിവാരത്തിലൂടെ ഈ ഗീത ഓടി വരുന്നു. ഞാൻ നിൽക്കുന്നത് മഞ്ഞുമലയുടെ മേലെയാണ്. അപ്പോൾ ജോഷേട്ടനും ഡെന്നീസും കൂടി പറഞ്ഞു, താൻ അവിടെ മേലെ കയറിയിട്ട് അവിടെ നിൽക്കണം. ഈ ഗീത അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നീ അത് ടൈം നോക്കിയിട്ട് അതിൻ്റെ ദൂരമൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് നീ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരണം, നെഞ്ചി വെച്ചിട്ട് ഇത് കൂടെ നിങ്ങൾ സ്കേറ്റ് ചെയ്ത് വരണം. ഈ ഗീത ഇവിടെ നിന്ന് ഓടി വരും. അത് കറക്റ്റായിട്ട് ഈ സ്പോട്ടിൽ നീ വന്ന് പിടിക്കണം അവളെ. ഇതാണ് സംഗതി. ഞാൻ
ഇതാണെങ്കിൽ ദൂരം നമുക്കറിയില്ല എത്രയാണെന്നില്ല. അത് മാത്രമല്ല ഈ സ്നോവിൻ്റെ അടി കൂടെ വലിയ കുറ്റികളോ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയില്ല. വലിയ റിസ്ക് ഷോട്ടാണത്. അങ്ങനെ അന്നത്തെ ഒരു ചങ്കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു ശരി, ഞാൻ അവിടെ കയറി അവിടെ നിന്നു. അങ്ങനെ ആക്ഷൻ പറഞ്ഞു, ഗീത കൂടി വരുന്നു. ഞാൻ അവിടെ നിന്നിട്ട് അത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗീത ഇങ്ങനെ വരുന്നു, ഞാൻ ഇങ്ങനെ വരുന്നു. ഇങ്ങനെ കറക്റ്റ് സമയത്തിൽ ഇവൾക്ക് എടുപ്പ് പിടിക്കും. ആ ഷോട്ട് ഓക്കെ. ആ ഷോട്ട് ഓക്കെ ഞാൻ അങ്ങനെ മാറി വയ്ക്കാന്നു. അപ്പോൾ ഡെന്നിസ് എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ഞാൻ നോക്കി, നന്നായിട്ട് ചെയ്തു. ഞങ്ങൾ വിചാരിച്ചില്ല എങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. നന്നായിട്ടുണ്ട്. ജോഷിയേട്ടനും പറഞ്ഞു, അത് ജോഷിയും പറഞ്ഞു അങ്ങനെ നന്നായിട്ടുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോഷിയേട്ടൻ എൻ്റെ അടുത്ത് മറ്റു പറഞ്ഞു, ഡെന്നിസിനോട് പറയായിരുന്നു ഞങ്ങൾ, നമുക്കിപ്പോൾ ഇവിടെ നായകന്മാരുടെ ഒരു കുറവുണ്ട്. ഇപ്പം മോഹൻലാലും മമ്മൂട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് തനിക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളൊരു സംഗതി പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു അപ്രീഷിയേഷൻ അല്ലെങ്കിൽ ഇത്ര നല്ലൊരു ഓഫർ, അതായത് അവർ പറയണ്ടേ ലോകത്തിൽ, അതായത് മലയാള സിനിമയുടെ ഏറ്റവും പ്രഗത്ഭന്മാരായ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് ജോഷിയേട്ടൻ ആൻഡ് ഡെന്നിസ് ജോസഫ്. അവരെന്നോട് പറയാണ് ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട്, നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിൽ ഒരു മോഹം അവർ തന്നു. അത് കഴിഞ്ഞിട്ടാണ് നാടുവാഴികൾ എന്ന സിനിമ ചെയ്തു. അതിൽ ഞാൻ വില്ലനാണ്. മോഹൻലാലിൻ്റെ പടമാണ്. അതിനുശേഷം എനിക്കൊരു 18 മാസം സിനിമകളില്ല. എനിക്ക് സിനിമയില്ല. നായർ സാബിനും ചേക്കുടി ഈ ചെയ്യില്ല. അങ്ങനെ 18ാമത്തെ മാസം. അപ്പം ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു കോൾ വരുന്നു ഹൈദരാബാദിൽ നിന്ന്. ഒരു തെലുങ്ക് പ്രൊഡ്യൂസറുടെ പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ചിട്ട് പറയാണ്, അതൊരു വലിയൊരു ബാനർ, വിജയലക്ഷ്മി പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു ബാനറിന്റെ കോദണ്ഡരാമ റെഡ്ഡി എന്ന് പറയുന്ന വലിയൊരു ഡയറക്ടർ, നമ്മുടെ ജോഷിയേട്ടന്റെ പോലെയുള്ള വലിയൊരു അവിടുത്തെ ഏറ്റവും ടോപ്പ് ഡയറക്ടർ, ടോപ്പ് ഹീറോ, സൂപ്പർ സ്റ്റാർ ബാലകൃഷ്ണ. അപ്പോൾ അദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പടമുണ്ട്, അതിൽ മെയിൻ വില്ലനായിട്ട് നിങ്ങൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഡെന്നീസ് എന്ന ആ റൈറ്റർ, ജോഷിയേട്ടൻ എന്ന സംവിധായകൻ്റെ സിനിമയിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഏതോളം 67ഓളം തെലുങ്ക് സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ, 67 ഫിലിംസ്. അപ്പോൾ അതിനൊരു കാരണക്കാർ ഇവര് രണ്ടുപേരാണ്, മനസ്സിലല്ലേ? ആ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തെ കണ്ടിട്ടാണ് ഇവർ വിളിച്ചത്. അതിന് നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ രണ്ടുപേർക്കും ഞാൻ. അല്ല, ഒരു നല്ല കഥാപാത്രം എന്ന് പറയുന്നത് എപ്പോഴും കാലത്തെ അതിജീവിച്ച് ഇങ്ങനെ അല്ലേ. അത് ഒരു പക്ഷേ ഈ അഭിനേതാക്കൾ അവസാനിച്ചു കഴിഞ്ഞാലും നല്ലൊരു കഥാപാത്രത്തിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് എത്രയോ നാള് നീണ്ടു നിൽക്കുന്നതാണ്. എത്ര ഭാഷാന്തരത്തിൽ കാലാന്തരത്തിൽ അത് നിൽക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ബാബു, അത് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഞാനിപ്പോൾ നന്ദി പറയാനായിട്ട് വേറൊരു കാര്യം കൊണ്ടുവരുന്ന വെച്ചാൽ, ആ സിനിമയിൽ ഞാൻ ചെന്നപ്പോൾ ഈ തെലുങ്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ മലയാളത്തിന്റെ ഒരു 4-5 ഇരട്ടി വിപുലമായ രീതിയിലാണ്. അപ്പം ഇങ്ങനെ നിരന്തര സെമി സർക്കിളിൽ കുറെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇത് ആരാണ് കോദണ്ഡരാമ റെഡ്ഡി എന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ജഗന്നാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള കോടയായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഡയറക്ടർ പാക്കണം വെച്ചിട്ട് ഞാൻ പോയി. അപ്പൊ ഡയറക്ടർ വന്നു ചോദിക്കട്ടെ, ഞാൻ വന്ന് നിന്നു. സാർ ഇവരുതാണ് ദേവൻ, മലയാളം ആക്ടർ. എന്നെ നോക്കി, ആമാ യെസ് അത് ഇല്ല സാർ, നമ്മ മെയിൻ വില്ലൻ പാണ്ഡു ക്യാരക്ടർ ഇവരുതാൻ. പെട്ടെന്ന് ഈ പാണ്ഡു ക്യാരക്ടർ ഇവരുതാൻ പண்றதுன்னு കേട്ട ഉടനെ ഡയറക്ടർ എന്നെ ഒന്നും കൂടി നോക്കി, മൊത്തത്തിൽ നോക്കിയിട്ട് അവിടെ. എന്നിട്ട് ഈ കോ ഡയറക്ടറോട് ചീത്ത പറയണത്. എനിക്ക് തെലുങ്കിന്റെ ഒരു വാക്ക് പോലും അറിയില്ല. അപ്പൊ ഫയർ ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി, ദേഷ്യപ്പെട്ടുള്ളത്. അപ്പൊ പിന്നെ അകത്തൂടെ ചില വാക്കുകൾ മാത്രം സോഫ്റ്റ് ഫേസ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ സോഫ്റ്റ് ഫേസ് ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഒരു തെലുങ്ക് സിനിമയിൽ നമ്മൾ ഒരു മെയിൻ വില്ലായിട്ട് വെക്കുക? തന്റെ മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെയാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. ഇയാളോട് ചോദിച്ചത്. അവസാനം ഇവര് എന്നെ ഒരു സീൻ എടുക്കാനായിട്ട്, എന്നാ വെച്ചാൽ ഇയാള് ഈ കേരളത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് വെറും കൈയോടെ വിടണ്ട, ഒരു സീൻ എടുത്തിട്ട് ടാറ്റ പറഞ്ഞ് വിടാം എന്നുള്ള ഒരു സംഗതി. അങ്ങനെ അവരൊരു സീൻ എടുത്തു. അപ്പോൾ സീനെടുത്ത് വലിയൊരു ഡയലോഗാണ്, ഒന്നും പറയാൻ പറ്റില്ല എന്നറിയാം. അങ്ങനെ വന്നു, ആദ്യത്തെ ടേക്ക് എടുത്തു,
ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ടേക്ക് എടുത്ത് ചെയ്യാൻ പറ്റിയില്ല. മൂന്നാമത്തെ ടേക്കിലേക്ക് കാറ് പിന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡയലോഗ്. അതെനിക്ക് അപ്പോൾ തോന്നിയത് ഞാൻ കീറിക്കളഞ്ഞു. ഞാനത് വേറൊരു ഇതിലേക്ക്, എൻ്റെ ഒരു ഭാവത്തിലേക്ക്, എൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവാണ്. കീറിക്കളഞ്ഞിട്ട് ഞാൻ എറിഞ്ഞു. ഞാൻ ഇറങ്ങുന്നു, ഒരു ട്രോളി ഷോട്ടാണ്, ക്യാമറ വിടാൻ ഞാൻ ഇറങ്ങുന്നു. ഡയലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞു വരണം. ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദേവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ആ ഡയലോഗ് ആ സമയത്ത് പറയാൻ പറ്റുന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനത് പറഞ്ഞു. భగవంతుడు అందరికీ వాయులు వేలు ఇస్తే నాకు 6 వేలు ఇస్తాడు. ఏ 5 వేలు സംഹാരാണെങ്കിൽ 1 വേലു സംഹാരാണെങ്കിൽ. ഞാൻ പറഞ്ഞ വെച്ചാല് ഇതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഡെന്നിസ് ജോസഫ് ആൻഡ് ജോഷിയാണ്. ജോഷി സാറ്. ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ അന്ന് രജനീകാന്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് നടന്മാർ അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി ആ തിരക്കഥ വാങ്ങിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 4 സൗത്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് ഈ സിനിമ അന്ന് റീമേക്ക് ചെയ്യപ്പെട്ടു. മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടറിന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അന്ന് ആ സിനിമ 4 ഭാഷകളിലേക്ക് പോയപ്പോഴും അതിലെ ഹീറോ മാറി, ഹീറോയിൻ മാറി, പലരും ഒക്കെ മാറിയെങ്കിലും അതിൽ മാറാതെ നിന്ന ചില ആളുകളുണ്ട്. അല്ലോ, ദേവേട്ടൻ 4 ഭാഷയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല, 4 ഭാഷയിലുണ്ട്. അതുപോലെ തന്നെ 4 ഭാഷയിലും അഭിനയിച്ച മറ്റൊരു അഭിനേതാവ്, നടൻ മാത്രമല്ല, ഡെന്നിസ് ജോസഫ് സാറിന്റെ 18 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേതാവ്, വലിയ ആത്മസൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു അഭിനേതാവ്, മലയാള സിനിമയിൽ എത്രയോ ദശകങ്ങളായി ഒഴിച്ചുകൂടാനാവാതെ അനവധി കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേതാവ്. സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഡെന്നിസ് ജോസഫ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മോഹൻ ജോസേട്ടൻ. ഞങ്ങളിങ്ങനെ ഡെന്നിസ് ജോസഫ് സാറിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്രകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിൻസെന്റ് ഗോമസിന്റെ പ്രിയപ്പെട്ട കിങ്കരന്മാരിൽ ഒരാളായിട്ടുള്ള പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം മുതൽ 18 സിനിമകൾ ന്യൂഡൽഹിയുടെ 4 ഭാഷകളിലും മോഹൻ ജോസേട്ടനുണ്ട്. ഈ രാജാവിന്റെ മകൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ 1000 കണ്ണുകൾ എന്ന് പറയുന്ന ജോഷി സാറിന്റെ സിനിമയുണ്ട്. അതിനകത്ത് മോഹൻ ജോസേട്ടനുണ്ട്. ഏതാണ്ട് ഒരു 1980കളുടെ പകുതി തൊട്ട് ഉള്ള ഒരു ദൃഢ സൗഹൃദം ഉണ്ട് ഡെന്നിസ് ജോസഫ് സാറുമായിട്ട്. പറയൂ, ഡെന്നിസ് ജോസഫ് സാറിന്റെ ഒരു സൗഹൃദത്തിന്റെ കഥകൾ. ഡെന്നിസിനെ ഞാൻ പരിചയപ്പെടുന്നത് രാജാവിൻ്റെ മകനിലാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഈ വിൻസെൻ്റ് ഗോമസിന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രശസ്തരായ 2 നടന്മാർ സമീപിച്ചു. അപ്പോൾ അവർക്ക് ഈ അസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. അങ്ങനെ വന്നപ്പോൾ ഡെന്നിസും ഒക്കെ കൂടി ആലോചിച്ചു, എങ്കിൽ നമുക്ക് 2 പേരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും സുരേഷ് ഗോപിയും ആ ക്യാരക്ടർ ചെയ്യുന്നത്. അതെ. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡെന്നിസിനെ പരിചയപ്പെടുന്നത്. അപ്പം എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത്, വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു ഡെന്നിസ്. അതായത് ഞാൻ എൻ്റെ ആ 35 വർഷത്തെ ഒരു സൗഹൃദ ബന്ധത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇങ്ങനെ ആരോടും ശോഭിച്ചു കണ്ടിട്ടില്ല. മോശമായ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. മിതഭാഷിയായിരുന്നു. ഞങ്ങൾ ആ സമയം മുതൽ ഒരു 35 വർഷക്കാലം പടമില്ലെങ്കിൽ പോലും നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഏറെയും സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷ് നോവൽസിനെ പറ്റിയിട്ടൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തിന് പല നോവൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് സിനിമയാക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ചില സമയത്ത് നമ്മൾ ഈ കേരളം പോലെയല്ല, ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുക്കിന് ബുക്ക് സ്റ്റോൾസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഡെന്നിസ് പറയും, നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഇവിടെ എവിടെയെങ്കിലും ബുക്ക് സ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡെന്നിസ് എന്നോട് പറയും, നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും നോവൽ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഞാൻ ഇപ്പൊ ദേവേട്ടൻ നേരത്തെ പറഞ്ഞു സിഗരറ്റ് വലിച്ച് വളരെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഡെന്നിസ് സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മിതഭാഷിയായ ഒരാൾക്ക് എൻ്റെ ഒരു അറിവിൽ ഈ സൗഹൃദ സദസ്സുകളും സൗഹൃദ സംഘങ്ങളും താരതമ്യേന കുറവായിരിക്കും. തീരെ ഇല്ല എന്നല്ല, താരതമ്യേന കുറവായിരിക്കും.
നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ എന്ത് വിഷയങ്ങളായിരിക്കും ഇത്രയും ഈ പുസ്തകങ്ങളല്ലാതെ സംസാരിക്കുന്നത്? പുസ്തകങ്ങളല്ലാണ്ട് ഞങ്ങൾ ചിലപ്പം ആയുർവേദത്തെ പറ്റിയിട്ടായിരിക്കും പറയുക. കാരണം ഡെന്നിസിൻ്റെ കുടുംബത്തിൽ വളരെ പ്രശസ്തനായ ഒരു വൈദ്യരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും സിനിമയെ പറ്റിയിട്ടും പിന്നെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഡെന്നിസ് സാർ എഴുതിയിട്ടുള്ള സിനിമകളിൽ മോഹൻ ജോസഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയാൻ പറഞ്ഞില്ലേ, അതായിരിക്കും പറയുന്നത്? ആകാശദൂതാണ്. അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടും അഭിനയിക്കാത്തൊരു സിനിമയാണ്. അതെ. ദേവേട്ടന് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഓഫ് കോഴ്സ് ന്യൂഡൽഹി ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് നിറക്കൂട്ട് അത് ബാബുച്ചേട്ടൻ അഭിനയിച്ച സിനിമ ദേവേട്ടനെ കൊണ്ട് സമർപ്പിച്ചേക്കാണ്. പറയിപ്പിക്കാനായിട്ട്. പക്ഷെ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, അതിൽ മമ്മൂട്ടിയുടെ റോള് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായിട്ട് തോന്നി. അതെ. അതിൽ പിന്നെ ബാബുവിൻ്റെ റോള്, അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാബു ആസ് എ വില്ലൻ വരുന്ന സമയത്ത് ഇത്രയും ഒരു പാവപ്പെട്ട മനുഷ്യനാൾ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു റോള് അദ്ദേഹത്തിന് കിട്ടിയെന്നൊക്കെ നമ്മൾ അന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ അതിന്റെ സ്ക്രിപ്റ്റാണ് കേട്ടോ. ചില സിനിമകള് നമ്മൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് അതിനൊരു കാര്യകാരണങ്ങൾ എന്താണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചതെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ 3 പേരും കൂടെ അഭിനയിച്ച സിനിമകളിൽ ഒന്നാണ് ദിനരാത്രങ്ങൾ. മോഹൻ ജോസഫിന്റെ അതെ 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 നല്ല പടമാണ് ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ഡെന്നിസിന്റെ പടമാണ്. അതിനകത്ത് ഞാൻ അഭിനയിച്ച വളരെ സോഫ്റ്റ് റോളാണ്. ഒരു ചെറിയൊരു നായകന് തുല്യമായിട്ടുള്ള, ഞാനും എന്റെ പേരായിട്ട് അഭിനയിച്ചത് ഉണ്ണി എന്ന് മറ്റു പറയുന്ന കഥാപാത്രമല്ല അതിൽ അവതരിപ്പിച്ചത്. സുമലതയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സിനിമയായിരുന്നു അത്. എന്നാൽ ദിനരാത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച, ഒരുപക്ഷെ ഇതിന്റെ ഒരു പരിപൂർണ രൂപം ആദ്യം കാണുക അതിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നവരാണ്. എഡിറ്റർക്ക് ശേഷം അത് കാണുന്നത്. അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ച പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സാർ ഈ ഒരു അവസരത്തിൽ ഡെന്നീസ് സാറിനെ ഓർക്കുന്നു. ഡെന്നീസ് തിരക്കഥ എഴുതിയ ഒരുപാട് പടങ്ങൾക്ക് എനിക്ക് സംഗീതം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും മുഖ്യമായിട്ട് പറയേണ്ടത് ആകാശദൂതാണ്. അന്ന് അതിലെ രാപ്പാടി കേഴുന്നുവോ എന്ന് പറയുന്നൊരു പാട്ട്, അപ്പം ഇത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു സോങ്ങാണ്. ആ പടത്തിൻ്റെ തീമാണ് ആ പടം. ഈ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടമായി, ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ പാട്ടാണ്. അപ്പം അങ്ങനൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അന്ന് അതിനുവേണ്ടി രാപ്പാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെന്നീസാണ് എനിക്കൊരു ക്ലൂ തന്നത്. ആ ക്ലൂ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഡെന്നീസിൻ്റെ ആദ്യ പടമായ മറ്റേ വെൺമേഘഹംസം, നടക്കാതെ പോയ പടം, ഫസ്റ്റ് പടം, അതിനുവേണ്ടി കമ്പോസ് ചെയ്ത് ചിത്രയെ കൊണ്ട് പാടിച്ച ഒരു പാട്ടുണ്ട്. ഷിബു ചക്രവർത്തിയാണ് വരികൾ. സൂര്യ തേജസ്സിനെ സ്വർണബിംബമൊന്ന് ആവഹിച്ചൊരു ദേവകന്യക ഭൂമികയ്ക്കു നൽകി എന്ന് പറയുന്നതാണ്. ഇതെന്തായാലും നമുക്ക് വേസ്റ്റായി പോകണം, ഇത് വെച്ചിട്ട് ഒരു പാട്ടുണ്ടാകണം. പാടി കേഴുന്നുവോ പൂവും വിട ചൊല്ലുന്നുവോ. ഇതേ ഫീല് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ ഒരു നല്ല പാട്ടുണ്ടാക്കാനായിട്ട് ഡെന്നീസ് മുഖേന എനിക്ക് സാധിച്ചു. എന്തായാലും നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന, ഒരുപാട് സൂപ്പർ ഡൂപ്പർ മെഗാ ഹിറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തന്ന ഡെന്നീസ് ജോസഫിനെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. അതേസമയത്ത് അദ്ദേഹം നമ്മളെ ഇപ്പം ഇത്ര പെട്ടെന്ന് വേർപെട്ടു പോയിട്ടുള്ള സങ്കടമുണ്ട്. ദിനരാത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, അതിൽ വേറൊരു സംഭവമുണ്ട്. കൈതപ്രം, ഇത് കവിത, ഗാനരചയിതാവും കവിയാണല്ലോ അദ്ദേഹം, അപ്പോൾ കമ്പോസറുമാണ്. ഈയിടെ ഞങ്ങൾ ഒന്നിച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്, എന്നെ ചൂണ്ടി മലയാള സിനിമയിലേക്ക് സംഗീത സംവിധായകനോ അല്ലെങ്കിൽ റൈറ്ററായിട്ട്, ഇത് ഗാന രചയിതാവായിട്ട് എന്നെ കൊണ്ടുവന്നത് ഇരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാനല്ല കൊണ്ടുവന്നത്, സത്യത്തിൽ ഞാൻ ദിനരാത്രങ്ങളുടെ സെറ്റിൽ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഡെന്നിസിന് പരിചയപ്പെടുത്തി. ഡെന്നിസ്, ഇദ്ദേഹം കൈതപ്രം ദാമോദരൻ നമ്പൂരി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം നന്നായിട്ട് എഴുതും, നന്നായിട്ട് കവിതകൾ എഴുതും. ജോഷി സാറുമായിട്ടൊന്ന് പറഞ്ഞ്
എനിക്ക് ജോർജ് സാറിനെ അറിയുന്നതിൽ എത്രയോ ഉപരി നന്നായിട്ട് ഡെന്നിസിനെ അറിയാം ജോർജ് സാറിനെ. അതുകൊണ്ട് ഒരു പക്ഷേ introduction- പരിചയം മാത്രമല്ല, ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ ചിലരെ പരിചയപ്പെടുത്തുന്നതിന് മൂല്യം കൂടുതലാണ്. അതെ അതെ ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുത്തുന്നതും വളരെ അടുത്ത ഒരാളെ പരിചയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു മൂല്യ വ്യത്യാസം ഉണ്ടല്ലോ. അതെ, അത് അങ്ങനെ ഉണ്ടായി. അത് വളരെ നന്ദിയോടുകൂടി അദ്ദേഹം ഓർത്തു ആ മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു. ഞാനിപ്പോൾ ദിനരാത്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു കാര്യമായി എന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഔസപ്പച്ചനും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പറയുക പെട്ടെന്ന് ഓർന്നതാണിത്. ഇപ്പൊ നമ്മൾ കേട്ട ഈ രാപ്പാടി കേഴുന്നു എന്ന് പറയുന്ന പാട്ട് പറയുമ്പോഴും ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിനിമയിൽ ഈ സ്ത്രീപക്ഷം എന്നൊക്കെ പറയുന്ന അതിന്റെ കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയധികം നമ്മൾ പറയുന്ന ലാലേട്ടനാണെങ്കിലും മമ്മൂക്കൊക്കെ ആണെങ്കിലും അവരുടെ ഒരു ഹീറോയിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ എഴുതി കൊടുത്തിട്ടുള്ള ഡെന്നിസ് ജോസഫ് സാറിനെ പോലെ ഒരാളാണ് അന്ന് ഇത്രയധികം വുമൺ ആയിട്ടുള്ള ആകാശദൂത് പോലെ ഒരു സിനിമ അന്ന് ഷൂട്ട് ചെയ്യുക, തിരക്കഥ എഴുതുകയും അന്നത്തെ സർവകാല കളക്ഷൻ റെക്കോർഡുകളായിട്ട് ഇന്നും മലയാള സിനിമയുടെ കണ്ണീർ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അവിടെ ഡെന്നിസ് ജോസഫ് എന്ന എഴുത്തുകാരന്റെ പേര് മുൻപന്തിയിലുണ്ട്. മാസ് സിനിമകളുടെ പേരെടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ എഴുത്തുകാരന്റെ പേരുണ്ട്. അങ്ങനെ സിനിമയുടെ വ്യത്യസ്തങ്ങളായ ജോണറുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പം എല്ലായിടത്തും ഈ എഴുത്തുകാരന്റെ പേര് വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പം മോൻജോസേട്ടൻ പറഞ്ഞതുപോലെ വായന അതിന് വല്ലാതെ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ തമ്മിൽ മോൻജോസേട്ടനുമായിട്ട് പറഞ്ഞിരിക്കുന്നു പറഞ്ഞു, നോവലുകളെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞു. ഏത് തരം ഇംഗ്ലീഷ് നോവലുകളാണ് വായിച്ചിരുന്നത് അദ്ദേഹം? ത്രില്ലേഴ്സ് ആണ്. ആ, മോൻജോസേട്ടൻ ഒരു ഇച്ചിരി എഴുത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ചില അവരോടൊക്കെ ചെറുതായിട്ട് എഴുതും. ആ എഴുത്തിനെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, എഴുത്തിനെ പറ്റി അങ്ങനെ രണ്ടുപേരുടെയും എഴുത്തിനെ പറ്റി ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ഇത്രയും സിനിമകൾ ചെയ്തപ്പോഴും ഒന്നും ഇല്ല. ഡെന്നിസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃഢമൈത്രി എന്ന് പറയുന്നില്ലേ, ഇൻറ്റിമസി, അത് ആരോടും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിയുടെ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ ഫോർമലാണ്. അധികം അടുത്തിട്ടുള്ള ഒരു സംഭവമൊന്നും പുള്ളിയുടെ ജീവിതത്തിലില്ല. അതാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ ഒരുപാട് ടോക്കറ്റീവ് അല്ലാത്ത ഒരാൾക്ക് എപ്പോഴും അങ്ങനെ ഉള്ളു. പക്ഷെ അതിനിടയിൽ ഒരു വാക്ക് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ മതമൈത്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ദൃഢമൈത്രി അത് ഉപയോഗിക്കാവുന്ന വാക്കാണ്. പക്ഷെ വളരെ ദൃഢമായ മൈത്രി എന്ന് തന്നെ അർത്ഥത്തിൽ തന്നെ അല്ലേ? അതെ, കറക്റ്റ് ആണ്. അതായത് ഇന്റിമസി എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. അതെ, പക്ഷെ നമ്മുടെ സ്വാഭാവിക പ്രയോഗങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു വാക്കാണ്. അതാണ് ഒരു എഴുത്തിന്റെ അംശം എവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതിനെ കുറിച്ച്.